ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സർ, വേദിയിലുള്ള INTUC-യുടെ STUവിൻ്റെ ഉൾപ്പെടെയുള്ള നമ്മുടെ തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട പേരാമ്പ്രയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ റാലി ഇവിടെ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ സഞ്ചരിച്ച പാതയിൽ ഇങ്ങോട്ടൊന്ന് ഓടി വരാൻ അത്രയൊന്നും സമയം എടുക്കില്ല. പക്ഷേ ഇത് ജനസാഗരമായിരുന്നു എന്നുള്ളതാണ് ഇത്രയധികം സമയമെടുത്ത് ഈ വേദിയിലേക്ക് നമ്മൾക്ക് എത്താനുണ്ടായിട്ടുള്ള കാരണം. ഞാൻ ആദ്യം തന്നെ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോയും ഒരു മഹാസംഗമവും സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ ബഹുമാന്യരായിട്ടുള്ള INTUC-യുടെയും STUവിൻ്റെ ഉൾപ്പെടെയുള്ള തൊഴിലാളി നേതാക്കന്മാരെ ബഹുമാനപൂർവ്വം നന്ദി പറയുകയാണ്. അവരോട് എൻ്റെ എല്ലാ കൃതജ്ഞതയും അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനിടെ ഇനി അല്പം സമയങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാം പേരാമ്പ്രയുടെ സവിശേഷത എന്താണ് എന്ന്. ഇത് സാധാരണ മണ്ണല്ല, ഒരുപാട് പ്രത്യേകതയുള്ള മണ്ണാണ്. ബഹുമാന്യനായിട്ടുള്ള മുല്ലപ്പള്ളി സർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഈ മണ്ണിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഇവിടെയുള്ള നാട്ടുകാർക്ക്, ഈ ഭൂമിയിൽ പിറന്നവർക്ക് ഈ നാടിന്റെ നന്മയെക്കുറിച്ച് ഒരുപാട് അവരുടെ ജീവിതത്തിലൂടെ പകർത്താനും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള പ്രത്യേക സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും ഈ നാടിന്റെ ഹൃദയത്തെ തൊടാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം ദിവസങ്ങളായി ഇവിടേക്ക് കടന്നു വന്നത് മുതൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളാണ്. നമ്മളെ അത് ബാധിച്ചോ? നിങ്ങൾ പറ, നമ്മളെ അത് ബാധിച്ചോ? നമ്മളെ ബാധിച്ചോ? അത് ഇല്ല, നമ്മളെ അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഈ നാടിന്റെ വികസന മുരടിപ്പിനെ കുറിച്ചാണ്. ബഹുമാന്യനായിട്ടുള്ള മുല്ലപ്പള്ളി സർ സൂചിപ്പിച്ച പോലെ ഡോക്ടർ KG അടിയോടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യനാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന് ഭൗതികമായിട്ടുള്ള ഈ രൂപം നൽകിയത്. അതിനുശേഷം എന്താണ് പുതിയതായിട്ട് ഈ നാടിന് സംഭാവന ചെയ്തത് എന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ മറുപടി പറയണം. ഒന്നും നൽകിയിട്ടില്ല. അവര് വലിയ വോട്ടുകൾ കൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുണ്ടാകാം. അത് കുത്തകയാണ് എന്ന് അവരാരും മനസ്സിലാക്കരുത്. ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൃത്യമായി ജനാധിപത്യ ബോധത്തോടെ ഈ നാടിന്റെ എല്ലാ തരത്തിലുള്ള സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനകീയമായി നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും. അതിന്റെ തെളിവാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂടിയിരിക്കുന്നത് തൊഴിലാളി സംഘടനയിലുള്ള സഹപ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ആ നീല തലക്കെട്ടില്ലേ, നിങ്ങളുടെ കയ്യിലുള്ള ആ മഞ്ഞ തലക്കെട്ടില്ലേ, അതിലെന്താണുള്ളത്? അതിൽ നിങ്ങളുടെ വിയർപ്പാണ്. നിങ്ങൾ ഓരോ സമയവും അധ്വാനിച്ച് നിങ്ങൾ വിയർപ്പ് തൊടിച്ച് അത് നിവർത്തി അതിൽ കിടക്കുന്നു. ആ വിയർപ്പ് തുന്നിയിട്ടുള്ള നിങ്ങളെ തലപ്പാവിനെ ഞാൻ എന്റെ നെഞ്ചോട് ചേർക്കുകയാണ്. നിങ്ങളുടെ വിയർപ്പിനെ, നിങ്ങളുടെ അധ്വാനത്തിനെ ഞാൻ എന്റെ നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വന്നപ്പം സമസ്ത മേഖലയിലുള്ള തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഞാൻ കൂത്താളിയിലുള്ള നെയ്ത്ത് തൊഴിലാളികളുടെ സൊസൈറ്റി സന്ദർശിച്ചു. അവിടെയും ഒരുപാട് ആളുകളുണ്ട്. അവരവരുടെ വേദനകൾ പങ്കുവച്ചു. അവരുടെ ഇൻസെന്റീവുമായിട്ടുള്ള വിഷയങ്ങൾ അവർ പറയുകയുണ്ടായി. ചെറിയ വിഷയമല്ലാതെ എന്തുകൊണ്ടാണ് അവരെ ഗൗരവമായിട്ട് ഇത്രയും കാലമായിട്ടും ഇടതുപക്ഷത്തെ സർക്കാർ ഉണ്ടായിട്ടും മന്ത്രി ഉണ്ടായിട്ടും ഗൗനിക്കായത് പോയത് എന്നുള്ളത് ചോദ്യമാണ്. നമുക്കറിയാം, ചെറ്റിട്ടപ്പാറയിലേക്ക് കടന്നു പോയാൽ അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ട്. ഒരു ദിവസം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും അവിടെയുള്ള തൊഴിലാളികളെ കാണാൻ കയറി ചെന്നു. മലമുകളിൽ രാവിലെ അധ്വാനിക്കാൻ വേണ്ടിയിട്ട്, റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് 5 മണിക്ക് യാത്ര തുടങ്ങാൻ പറ്റിയില്ല. അവർ വഴിയരികിൽ പേടിച്ചിടി നിൽക്കുകയാണ്. അവർ പറഞ്ഞത് ആനക്കൂട്ടമുണ്ട്, അതൊന്ന് കടന്നു പോകട്ടെ എന്നാണ്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ഓരോ സമയം
വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അധ്വാനിക്കാൻ പോയിട്ടുള്ളത്. എനിക്ക് ക്വാർട്ടേഴ്സുകൾ കാണിച്ചു തന്നു. ഈ ക്വാർട്ടേഴ്സുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഇത് ന്യൂ ബ്ലോക്ക് ആണ് എന്ന്. എനിക്ക് അത്ഭുതം കൂടി. എങ്ങനെയാണ് പൊളിഞ്ഞു വീഴാറായിട്ടുള്ള അങ്ങേ തല ഇങ്ങനെ പൂപ്പൽ വന്നിട്ട് ഒരു ബിൽഡിംഗ് അവർ ന്യൂ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്? ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറി ശോചനീയമാണ്. അതിനൊരു ശുചിമുറി പോലും ഇല്ല. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ശുചിമുറി പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആരാണ് ഇവരെ സംരക്ഷിക്കാനുള്ളത്? അവർ പറയുന്നു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഐക്യ ജനാധിപത്യ മുന്നണി ഇനി അധികാരത്തിൽ വരുന്നതിനെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. പഞ്ചായത്തിന് ഒരു പക്ഷേ പ്ലാന്റേഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഉറ്റുനോക്കുന്നത് ഞങ്ങള് ഇവിടെ UDF ഭരണം വരുമെന്നും അവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കപ്പെടാൻ, ഞങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അകറ്റാനുള്ള പോംവഴി ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ എത്രയധികം ആളുകൾ ഓട്ടോ തൊഴിലാളികളുണ്ട്, അതുപോലെ ജീപ്പ് ഡ്രൈവർമാരായിട്ടുള്ള ആളുകളുണ്ട്, ബസ് ജീവനക്കാരുണ്ട്, കച്ചവടം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, അതിനെ മനസ്സിലാക്കുന്നു. അതിന് പരിഹാരം കാണാനുള്ള വഴി അത് തന്നെയാണ് വരാനിരിക്കുന്ന 9-ാം തീയതി എന്ന് പറയുന്നത്. നിങ്ങളുടെ വിരലുണ്ടല്ലോ, ആ വിരലമർത്തി നിങ്ങൾ ചെയ്യുന്ന വോട്ട് അത് തന്നെയാണ് ഒന്നാമത്തെയും എല്ലാ കാലത്തെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം സമയമില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മെയ് 4 എന്നുള്ള ദിവസത്തിന് വേണ്ടിയിട്ടാണ്. മെയ് 4 കേരളത്തിൽ പുതിയ ഒരു പുലരി വരും. അന്ന് നമ്മൾ ഒന്നിച്ച് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് ഇവിടെ രൂപം കൊള്ളുന്ന ഗവൺമെന്റിനെ സ്വീകരിക്കും. ആ ഗവൺമെന്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിയർപ്പ് തുന്നിയ കുപ്പായമുണ്ടല്ലോ അതെടുത്തണിയും. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്നുള്ളതിൽ നിങ്ങൾ സംശയിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. മുതുകാട് ഒരു പരിപാടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചെല്ലണം എന്ന് പറയുന്നു. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചിഹ്നം ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നെ. ഏതാ ചിഹ്നം? നമ്മളുടെ ഏതാ? കോഴി ചിഹ്നം അല്ലേ? ഇവിടെ ഒരു അമ്മ ഉണ്ട്. അമ്മ ഫാത്തിമ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസം. ഞാൻ ഇവിടെ ഇരുന്ന് എന്നെ ഇടക്കിടക്ക് ഒന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ ചിഹ്നം കോണിയാണ്. ആ കോണി ചിഹ്നത്തില് നിങ്ങൾ വിരലമർത്തുമ്പം മാറാൻ പോകുന്നത് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ ചരിത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഉണ്ടാകും നിങ്ങളുടെ മകളായിട്ട്. എന്നെ ഇവിടേക്ക് വന്നപ്പം മുല്ലപ്പള്ളി സാർ കുട്ടീന്നാ വിളിച്ചത്. എനിക്കൊരു സങ്കടവുമില്ല. പേരാമ്പ്രയിലുള്ള ഉമ്മമാരുടെ വിരൽ പിടിച്ചു നടക്കുന്ന, അവിടെ മുറ്റത്തൂടെ പാടവരമ്പത്തൂടെ തോട്ടുവക്കിലൂടെ എന്തിനേറെ മല കയറി ചെല്ലുന്ന ഭാഗങ്ങളിലൂടെ അവരെ വിരൽ പിടിച്ചു നടക്കുന്ന അവരുടെ സ്വന്തം കുട്ടിയാണ് ഞാൻ എന്നുള്ളത് ഇനി ഏത് ഘട്ടത്തിലും അഭിമാനപൂർവ്വം ഞാൻ പറയും. നിങ്ങളിൽ ഒരുവളായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒപ്പിയെടുക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ധൈര്യസമേതം സ്വപ്നം കാണൂ എന്ന് പറയാൻ, ആ സ്വപ്നങ്ങളെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് കോഴി ചിഹ്നത്തിൽ നൽകി ഈ വിനീതയായിട്ടുള്ള എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF.